ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഡെറിവേറ്റീവിനെ പറ്റി പഠിച്ചു അല്ലേ? വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ മെത്തേഡ്സുകളൊക്കെ നോക്കിയതാണ് നമ്മൾ. നൗ കം ടു സം സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സിമ്പിൾ ആപ്ലിക്കേഷൻസ്. അതിൽ ഒരെണ്ണം വരും നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. Then we have to check whether the function is increasing or decreasing. And next one, we have to identify the maxima and minima of the given function. Okay. In this previous unit, we defined derivative of function. In this unit, we shall discuss several applications of the derivative of a function. Derivative has been used in various spheres of physics, chemistry, medical science, economics. Derivative of y. ഡെറിവേറ്റീവ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ്, പ്രത്യേകിച്ച് ഫിസിക്സിൽ നമ്മൾ നല്ലൊരു ശതമാനം പ്രൂഫിലോട്ട് വരുന്നതും ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനോട്ട് കൺവേർട്ട് അല്ലേ? തന്നിരിക്കുന്ന ഒരു ഫിനോമിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവിൽ അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കണ്ടുപിടിക്കാനുള്ളതും, അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഡെറിവേറ്റീവ്സ് ഇതിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അതിന്റെ എക്സാക്ട് സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നല്ല, ഏത് പ്രോബ്ലം ആണ് നമ്മുടെ ഇൻഡസ്ട്രികളിലെല്ലാം എന്താ പറയുക അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി we can very easily find out the solution. Also we can identify the exact solution most of the situation. അതാണ് അതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ്. Okay, now let us rate of change of quantities. That is, let us consider differentiate function y equal to f of x. We can give physical dy by dx, that is derivative dy by dx f dash x represent the rate of change of y with respect to x. നമ്മൾ ഡെറിവേറ്റീവ് ഐഡന്റിഫൈ ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു y is a function of x. Then dy by dx എന്ന് പറയുന്നത് എന്താ? rate of change of y with respect to x. അതായത് dy by dx എന്ന് പറയുന്നത് ഏതാ? ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു d by dx of y എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത്. അതായത് എക്സിന്റെ വാല്യൂവിന് എന്ത് ചേഞ്ച് വരുന്നു അതിന്റെ കറസ്പോണ്ടിങ് ചേഞ്ച് ഓഫ് y, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, thus f dash x or dy by dx at x equal to 0 represent the rate of change of y with respect to x at x equal to x naught. അതുപോലെ ഡിഫറെന്റ് പോയിന്റ്സുകൾ നമുക്ക് യൂസ് ചെയ്ത ചെയിൻ റൂൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടോ അതിനെല്ലാം കണക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Is it clear? Okay. Now let us do one problem. A spherical balloon is being inflated at the rate of 900 cubic centimeters per second. How fast is the radius of the balloon increasing when the radius is 15 centimeters? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തന്നിട്ടുണ്ട്, ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ളതാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇൻഫ്ലേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 900 cubic centimeters per second എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ വോളിയത്തിന്റെ റേറ്റ് ഓഫ് വോളിയം അല്ലേ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് 900 cubic centimeters, 900 centimeter cube. Right? Spherical volume. Then how fast is the radius of the balloon is increasing? That means rate of change of radius when the radius is 15 centimeter. 15 centimeter ഉള്ള ഒരു റേഡിയസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ മീനിങ് is it correct? Okay, that is we are given the rate of change of volume and are asked the rate of change of radius. We assume that V is the general situation, V is the volume, R centimeter be the radius and V is the cubic centimeters be the volume of the balloon. Balloon shape എന്താ നമുക്ക് തന്നിരിക്കുന്നത്? സ്പെറിക്കൽ ഷേപ്പ് എന്നാ തന്നിരിക്കുന്നത്.
So the volume of a sphere equal to എന്താണ് V equal to 4/3 pi r cube. ഓർക്കുന്നുണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. വോളിയം ഓഫ് എ സ്പിയർ. ഓക്കെ, വേറെ V എന്ന് പറയുന്നത് എന്താ? V is the volume, R is the radius. ഓക്കെ, നൗ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു T per second, with respect to time ആണ്. So when we differentiate with respect to T is the time. dv by dt equal to 4/3 pi എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ? 4/3 pi എന്ന് പറയുന്നത് ദിസ് പാർട്ട് ഈസ് എ കോൺസ്റ്റന്റ്. സോ 4/3 pi ഇൻറ്റു ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടി? ദാറ്റ് ഈസ് 3r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. നമ്മൾ ജനറലി നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഴുതുമ്പോഴും ഞാൻ പറഞ്ഞു എക്സ് ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറയുന്ന പറഞ്ഞോ ഡെറിവേറ്റീവ്. നമ്മളിപ്പോൾ 3x⁻n നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. y ഈക്വൽ ടു x⁻n ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ dy/dx എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? n(x⁻n-1) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. dx which is equal to 1 ആയതുകൊണ്ട് നമ്മൾ അവിടെ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ ഒരു പാർട്ട് അവിടെ ഉണ്ട് ആക്ച്വലി ബൈ തിയറി. നമ്മൾ എഴുതുന്നില്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 1 അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ടി. ദാറ്റ് ഈസ് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. Is it clear? Yeah, okay. Okay. That is rearranging ഇതിനെ 4 into 3 cancelled. So 4 pi r² into dr by dt. Okay. And we are given that നമുക്ക് rate of change of volume തന്നിരിക്കുന്നത് 900 and our r equal to 15. These two are given. Is it clear? Yes. Then put the values in equation. So we are asked to find out the rate of change of the radius. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So from this equation we can identify dr by dt. Is it clear? Yes, yes. ഓക്കെ, അപ്പൊ പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളവിടെ പൈ എന്ന് മാത്രം തന്നെ അങ്ങ് എഴുതി വിട്ടാൽ മതി. പൈയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനൊന്നും പോകണ്ട. ഓക്കെ, ചെയ്തേ. വേറെ ആരും വരുന്നില്ലല്ലോ. ആ ഉണ്ട്, 2 പേരൊക്കെ എത്തി. പവിത്ര, സേതുലക്ഷ്മി, ആനന്ദ്, കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നോ? ഹലോ പവിത്ര, സേതുലക്ഷ്മി, ആനന്ദ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ പ്രോബ്ലം ചെയ്തേ.
കംപ്ലീറ്റ് ആക്കിയോ? കഴിഞ്ഞു. ഇപ്പൊ മുന്നോട്ട് വിടുവാ. ഓക്കെ. ബാക്കി പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കുക. അതിൽ തന്നിരിക്കുന്ന ഡേറ്റയിലായിട്ട്
ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുക, ദെൻ തന്നിരിക്കുന്ന വാല്യൂസ് പുട്ട് ചെയ്യുക. ഓക്കെ, ചോദിച്ചിരിക്കുന്ന കാര്യം ചെയ്തെടുക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, let us come to the next application, increasing and decreasing function. In this section, we study how the derivative can be used to obtain the interval in which the function is increasing or decreasing. That is, a function is said to be increasing on an interval I if for any two numbers x1 and x2 in I, if x1 less than x2 implies function f of x1 less than f of x2. Hello. A function is said to be decreasing in an interval, that is, for any two numbers x1 and x2 in I, x1 less than x2 implies f of x1 greater than f of x2. That is, increasing function ആണെങ്കിലോ number ലൈനിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുത്തു, x1 and x2. x1 is less than x2. x1 x2ന്റെ ലെഫ്റ്റ് സൈഡില്ല, ഡെഫിനറ്റ്ലി ദിസ് ഈസ് ലെസ് ദാൻ this 2 അല്ലേ. ആൻഡ് ദ ഫങ്ഷണൽ വാല്യൂ f of x1 ഇവിടെ ഇതാണ്, f of x2 ഇതാണ്. That is, f of x2 is greater than f of x1. This is the functional values. This is f of x2 അല്ലേ. അതേസമയം x1 ലെസ് ദാൻ x2ല് f of x1നേക്കാളും കുറവാണ് ഫങ്ഷണൽ വാല്യൂ അറ്റ് x2 ആണെങ്കിലോ, we say that this is the decreasing function. Is it clear? Okay. Okay. That is decreasing. കണ്ടോ, അതായത് എക്സിന്റെ വാല്യൂ കൂടുന്തോറും ഫങ്ഷണൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക. ദിസ് ഈസ് എ കോൺസ്റ്റന്റ് ഫങ്ഷൻ, വ്യത്യാസമൊന്നുമില്ല. എക്സും വൈയും ചേഞ്ച് ചെയ്താലും ഫങ്ഷൻ ഈസ് കോൺസ്റ്റന്റ് അല്ലേ. ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സി ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് പോവാണ്, ഈ വാല്യൂ കൂടുന്നതനുസരിച്ച് ഫങ്ഷണൽ വാല്യൂ ഈസ് ഓൾസോ ഇൻക്രീസിങ്. ഓക്കെ, now let us see use of derivative to check increasing decreasing. നമ്മുടെ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ഡെറിവേറ്റീവിന്റെ എന്താ അല്ലെങ്കിൽ ഡിഫറൻസിയേഷന്റെ ആപ്ലിക്കേഷനിലോട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ സിലബസിലുള്ള കാര്യം. Now we see how can use derivative f dash to determine whether a function is increasing or decreasing. That is, we have a theorem which states that if f be continuous on an interval a b and differentiable and continuous ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഡിഫറൻഷ്യബിളിലോട്ട് നമ്മൾ വരുന്നത്. അതിനോട് കണ്ടിന്യൂസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. If f dash first derivative f dash x greater than 0 for all x in ab, then f is increasing on the interval ab. If the derivative of, that is, f dash x positive അല്ല നെഗറ്റീവ് ആയത് കേട്ടോ, ലെസ് ദാൻ 0 for all x in ab, then f is decreasing on the interval ab. Is it clear? Okay. Okay. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലില് നമ്മൾ അതിന്റെ എന്താ പറയാ ക്രിട്ടിക്കൽ പോയിന്റ്സുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. പോയിന്റുകൾ, ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതായത് തന്നിരിക്കുന്ന ഇന്റർവെല്ലിനെ നമ്മൾ ആ ക്രിട്ടിക്കൽ പോയിന്റ്സുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് അതിലോട്ട് നമ്മൾ വരുന്നത്. ലെറ്റ് us do one problem. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ദാറ്റ് ഈസ് ഓക്കെ, നമ്മൾ ഈ നാലാമത്തെ പ്രോബ്ലം ചെയ്യാം. അപ്പൊ അതാകുമ്പോൾ നമുക്ക് എല്ലാ കേസസും അതിൻ്റെ അകത്ത് കയറി വരും. ഓക്കെ, ദാറ്റ് ഈസ് determine for which values of x the following functions are increasing and for which values they are decreasing. അതിന്റെ കറസ്പോണ്ടിങ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇന്റർവെൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ല. സോ ദാറ്റ് മീൻസ് -∞ to +∞. ഓക്കെ, ഇനി നമ്മൾ ഈ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യുന്ന പോയിന്റുകളായിരിക്കും നമുക്കറിയാം ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ അകത്തുനിന്ന് എക്സിന്റെ വാല്യൂസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ഇന്റർവെല്ലിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടിരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ?
ഹലോ, കേൾക്കാം. ഓക്കെ. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും അതിന്. ദാറ്റ് ഈസ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -2x³ + 24x + 7 ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് -2x³ എന്ന് പറയുമ്പോൾ എത്ര വരും? -6x² അല്ലേ, +24. -6x² + 24. Is it it? അല്ലേ? അതെ. ദാറ്റ് ഈസ് നമ്മൾ കണ്ടുപിടിക്കുന്ന പോയിന്റ്സുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ f' x = 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നാണ് എക്സിന്റെ വാല്യൂവിനെ ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് -6x² + 24 = 0. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ എളുപ്പമുണ്ട്. -6 വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈ ഇക്വേഷനെ -6 വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനുള്ളിൽ ആരായിരിക്കും? x² - 4 അല്ലേ? ദാറ്റ് ഈസ് x² - 2² a² - b² 4. അതാണ് -6 × a + b × a - b, x + 2 × x - 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നുള്ളത്? ഓക്കെ. ഇനി നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബൈ ഡെഫിനിഷൻ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. f' x equal to f'(x) if f'(x) is positive in the interval ab, then we say that the function is increasing. If the first derivative is negative in an interval, we say that the function is decreasing on that interval. Hello? Hello? Is it clear? Clear. Okay. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് തരാത്തിടത്തോളം നമ്മൾ -∞ to +∞ നമുക്ക് 2 പോയിന്റ്സ്, ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? -2 + 2 ആ, which is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏത് വരും? x equal to ±2 അല്ലേ? ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്റർവെല്ലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും -2 ആൻഡ് +2 2 പോയിന്റുകളായിട്ട് തന്നിരിക്കുന്നുണ്ട്. കാരണം അപ്പം -∞ to -2 വരെ ഒരു റേഞ്ച്, -2 to +2 വരെ ഒരു റേഞ്ച്, ദെൻ 2 + ∞ വരെ 3 റേഞ്ച്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു 3 ആയിട്ട്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് f'(x) ഇതാണ് നമ്മുടെ f'(x) എന്ന് പറയുന്നത്. ഈ f'(x) പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാ ഓരോ ഇന്റർവെല്ലിലും. ഓക്കെ. അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയുന്നത് that depends upon these 3 terms. Product of these 3 are -6, x + 2, x - 2. Is it clear? Clear. Okay. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് sin of -6, sin of x + 1 and sin of x - 1. ഈ 3 ടേമുകളിലെ ഈ 3 ഇന്റർവെല്ലിൽ സ്പെസിഫൈ ചെയ്ത് നമ്മൾ എഴുതുക. അപ്പൊ ഈ 3 എണ്ണത്തിന്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും f'(x)ന്റെ സൈൻ അല്ലേ? ക്ലിയർ? ഓക്കെ. അപ്പം sin of -x എന്ന് പറയുന്ന -∞ to -2 വരെ ഇതൊരു കോൺസ്റ്റന്റ്, അതുകൊണ്ട് ഇത് ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണ്. ഓക്കെ. ഇതിങ്ങനെ 3 പ്രാവശ്യം വരയ്ക്കണമെന്നൊന്നുമില്ല. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എഴുതി വെച്ചാൽ മതി. sin of -x ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ -∞ to -2 വരെ. അതിപ്പോ ഏത് ഇന്റർവെല്ലിലാണെങ്കിലും -6 എന്ന് പറയുന്നതിന്റെ സൈൻ വിൽ ബി നെഗറ്റീവ് ആണ്. ഒരു കോൺസ്റ്റന്റ്, അതുകൊണ്ട് അതിന് വേരി ചെയ്യുന്നില്ല. ഈസ് ഇറ്റ് കറക്റ്റ്? ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ x + 1 അല്ല കേട്ടോ, x + 2 അല്ലേ? നമ്മുടെ ഫാക്ടേഴ്സ് ആരൊക്കെയാന്ന് നോക്കിയാൽ x + 2, x - 2 1 അല്ല ഇവിടെ വരും. നമുക്ക് നമ്മുടെ ഫാക്ടേഴ്സ് ആരൊക്കെയാന്ന് നോക്കിയേ, -6, x + 2, x - 2 ആ. അപ്പൊ sin of x + 2 ഉം sin of x - 2 ആ. ഓക്കെ.
ഇനി സൈൻ ഓഫ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് -∞ ടു -2 വരെ നോക്കിക്കുക, എന്തായിരിക്കും? ദി സൈൻ വിൽ ബി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? എക്സ് പ്ലസ് ഇവിടെ -5 കൊടുത്തതിന് -5 + 2 -3 -4 -2 -2 വരുമ്പോൾ 0 ആയി പോകും. ദാറ്റ് ഈസ് അപ് ടു ഇവിടം വരെ -2 വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഈസ് നെഗറ്റീവ്. Isn't it? ഓക്കെ. ഇനി സൈൻ ഓഫ് എക്സ് -2 എന്ന് പറയുന്നത് -∞ ടു -2 വരെ, ദാറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ് അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ. ദാറ്റ് ഈസ് -6 ഈസ് -∞ ടു, അതായത് ഈ റേഞ്ചിൽ, ഈ ഫസ്റ്റ് റേഞ്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്, അപ് ടു ഇവിടം വരെ. ഈ റേഞ്ചിൽ f' എന്ന് പറയുന്നത് -6 ഈസ് ഓൾവേസ് നെഗറ്റീവ്, x + 2 ഈസ് നെഗറ്റീവ് ഇൻ ദ ഇന്റർവെൽ ആൻഡ് x - 2 ഈസ് ഓൾസോ നെഗറ്റീവ്. സോ പ്രോഡക്റ്റ് ഓഫ് ദീസ് 3 നെഗറ്റീവ് f' ഈക്വൽ ടു നെഗറ്റീവ്. ഇങ്ങനെ 3 വരെ വരയ്ക്കണം ഒരു നിർബന്ധമില്ല, നിങ്ങൾ നെഗറ്റീവ് എന്നങ്ങ് എഴുതി വെച്ചാലും മതി കേട്ടോ. അതിനകത്ത് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല, അവരുടെ ഒരു ഇതിലങ്ങ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 3 ടൈംസ് ഉള്ളത് കൊണ്ട് അങ്ങ് എഴുതി വെച്ചു എന്ന് കാണത്തുള്ളൂ, അതിൽ വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. സോ f' ഈക്വൽ ടു നെഗറ്റീവ് ഇൻ ദ ഇന്റർവെൽ -∞ ടു -2 അല്ലേ? ഓക്കെ. നൗ കം ടു ദ നെക്സ്റ്റ് ഇന്റർവെൽ -2 ടു +2. നമുക്കറിയാം -6 എന്ന് പറയുന്നത് ദിസ് ഈസ് നെഗറ്റീവ് ആൻഡ് -2 ടു +2 വരെ x + 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, റൈറ്റ്? ഓക്കെ. ദെൻ x -2 എന്ന് പറയുന്നതോ -2 ടു +2 വരെ x -2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. Is it clear? ഓക്കെ. സോ പ്രോഡക്റ്റ് ഓഫ് ദീസ് 3, നമ്മുടെ ഫാക്ടേഴ്സ് ഈ 3 എണ്ണമാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ 3 എണ്ണം എഴുതി വെക്കുന്നത്. ഇനി പ്രോഡക്റ്റ് ഓഫ് ദീസ് 3 നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്തായിരിക്കും? നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, ദിസ് f' വിൽ ബി പോസിറ്റീവ് ഹിയർ. Isn't it? Okay. Similarly, for the third interval, അതായത് 2 to infinity വരെയുള്ള ഇന്റർവെൽ -6 നെഗറ്റീവ് ആണ്. Then x + 2 in the interval 2 to infinity എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. Then what about x - 2? It will be also positive. Okay. So the derivative will be negative in this interval. Okay, is it clear? Yes. Okay. So നമ്മുടെ കൺക്ലൂഷൻ എന്താ വരുന്നത്? The first derivative is negative in the interval -∞ to -2. That is, f' is decreasing. If it is negative, the function will be decreasing, right? So f' is decreasing in the interval -∞ to -2. And see, -∞ to 2, f' is positive. That is, the function is increasing in the interval -2 to 2. And here also negative, so the function is decreasing in the interval 2 to infinity. Is it clear? Yes. Okay, now we conclude that if x less than -∞ to, so f' is negative, and if -2 to 2, this term will be f' is positive. Directly അങ്ങ് എഴുതിയാലും മതി. In the interval if x greater than 0, f' is negative. So the function decreases in the interval -∞ to -2 and the union of and 2 to infinity, and increases in the interval -2 to 2. Is it clear? Yes. Okay. എന്നാ കംപ്ലീറ്റ് ആക്കോ. ഇതുപോലെ നമ്മൾ ചെയ്തു വരണം, ആ ഇന്റർവെലിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. f' എഴുതുക, അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ആ ഫാക്ടറൈസ് ഈക്വൽ ടു 0 കൊടുക്കുന്നത്, അതായത് എക്സിന്റെ വാല്യൂസ് ഏതൊക്കെ വരുന്നത്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന കോൺസ്റ്റന്റിനെ എടുക്കുക. ഇപ്പൊ കോൺസ്റ്റന്റ് പോസിറ്റീവ് ആണ്, ഇൻ എഫക്റ്റിൽ അത് വലിയ വ്യത്യാസം വരുന്നില്ല, അത് അഫക്ട് ചെയ്യത്തില്ല. ഇപ്പൊ ഈ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ, അല്ലേ?
പക്ഷെ ആ കോൺസ്റ്റന്റ് നെഗറ്റീവ് ആയതുകൊണ്ടോ ഇതിന്റെ മുന്നിലത്തെ പ്രോബ്ലം ചെയ്തതിൻ്റെ അകത്ത് തേർഡ് വൺ ചെയ്തതിൻ്റെ അകത്ത് നോക്കിക്കേ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ആയിരുന്നു. അല്ല സോറി, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആയിരുന്നു. അങ്ങനെ ഇതിന്റെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ദിസാണ്. 3 വെളിയിൽ എടുത്തപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ എഴുതി എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 1 വന്നു. ഓക്കെ, അവിടെ അവർ ഇതുണ്ട് സൈൻ എഴുതിയപ്പം 3 എടുത്ത് ഇവിടെ എഴുതിയില്ല. സൈൻ ഓഫ് 3 എന്ന് എഴുതാത്ത എന്തുകൊണ്ടാണ്? അത് ഓൾവേസ് പോസിറ്റീവ് ആയിരുന്നു അല്ലേ? പോസിറ്റീവ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ സൈനിന് ചേഞ്ച് വരുത്തത്തില്ല, അതുകൊണ്ട് അവർ എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എത്ര ടേമുകൾ ഉണ്ടോ അതെല്ലാം എഴുതി 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 പൊക്കോ. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് കണ്ടോ ഇതും കൂടെ എഴുതി വെച്ചത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഡക്റ്റിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം നമ്മൾ എഴുതി അങ്ങ് പൊക്കോളുക. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് തന്നെ ഇട്ട് പൊക്കോ, ഒന്നും കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ജനറലി അങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം വരത്തില്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ചെയ്തു. അപ്പൊ ഇവിടെ ഈ 3 എണ്ണം ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. 3 ടേം ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ ഇട്ടതായിരിക്കാം. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എഫ് ഡാഷ് എക്സ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഓക്കെ, ചെയ്യും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇത് വളരെ നിങ്ങൾ കുറച്ച് 1-2 പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വിതിൻ 2 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യമുള്ളൂ.
Okay. ചെയ്തോ? Okay. Here. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കിത് ചെയ്യാൻ. അതിന്റെ പോയിന്റ്സുകളെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്ര ടൈംസ് ഉണ്ടോ അതെല്ലാം എഴുതി പൊക്കോളുക. പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല. പോസിറ്റീവ് അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ബാക്കിലോട്ട് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? ചെയ്യുന്നുണ്ടോ പിള്ളേരെ? ഹലോ, ബാക്കിയുള്ളവരൊക്കെ ചെയ്തു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എഫ് ഡാഷ് എക്സിന്റെ എഴുതുക, അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, ആ പോയിന്റ്സുകളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. Now come to the next application. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാക്സിമം ആൻഡ് മിനിമം. ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ഓർ മിനിമം വാല്യൂ ഐഡന്റിഫൈ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് യൂഷ്വലി. In this section we shall study how we can use the derivative to solve the problems of finding the maximum and minimum values of a function on an interval. Okay. Let f be defined on an interval I containing c. Interval ഉള്ളൊരു point. fc is the absolute or the minimum of f on I if fc is always less than or equal to f of x for all x in the interval I. അല്ലേ? ഏത് പോയിന്റ് എടുത്താലും അതിന്റെ ഫങ്ഷണൽ വാല്യൂ സി മിനിമം പോയിന്റ് ആകണമെന്നുണ്ടെങ്കിൽ the functional value at c is always less than or equal to all other values of x. അല്ലേ? Is it clear? And fc is the absolute maximum when എപ്പോഴാണ് functional value at c is always greater than or equal to any other value in the interval. Okay. Okay. Points are known as the extreme values or the extreme points. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നത് ചെയ്യുന്നതാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ആവശ്യം അല്ലേ? ജസ്റ്റ് മാക്സിമം പോയിന്റ് മാക്സിമം മിനിമം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളേ ഉള്ളൂ. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ അവിടെ നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ, അല്ലേ? ഹൗ ഡു വി നോ വെദർ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ ലോക്കൽ മിനിമം അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് സി? We shall study two sets to decide whether a critical point C is a point of local minimum. We begin the following with the known first derivative test. If C is a critical point of f, suppose that f is continuous and continuous at C and differentiable on the interval containing C except at C, then f of x changes from positive to negative at C. That is, if there exists some confusion undakanda. Number first derivative test. In short, let C be a critical number. That is, critical point എന്ന് പറയുന്നത് എന്താണ്? f dash x equal to 0. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ f dash x equal to 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. Then if f dash x changes sign from positive to negative at c, നമ്മളിപ്പം the functional value increasing ആണോ ഡിക്രീസിങ് ആണോ നമ്മൾ ചെക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു? തന്നിരിക്കുന്ന എക്സിന്റെ ഡിഫറെന്റ് പോയിന്റ്സുകളിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എഫ് ഡാഷ് എക്സ് ചെക്ക് ചെയ്തത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, അല്ലേ? ഓക്കെ. അപ്പോൾ ഇഫ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് മുമ്പേ നമ്മൾ ചെയ്ത ആ സ്റ്റെപ്പ് വരെ നമ്മൾ എത്തി. ഫംഗ്ഷണൽ എഫ് ഡാഷ് എക്സ്
നമുക്ക് 2-3 പോയിന്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് പോസിറ്റീവ് ആയിരിക്കാം, സപ്പോസ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കാം, ഇവിടെ നെഗറ്റീവ് ആയിരിക്കാം, ഇവിടെ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ്, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അറ്റ് സി, ദെൻ എഫ് സി ഈസ് എ ലോക്കൽ മാക്സിമ. ലോക്കൽ മാക്സിമ എന്ന് പറയുന്ന പോസിറ്റീവ് ടു നെഗറ്റീവ്, ആദ്യം പോസിറ്റീവായിട്ട് പോകുന്ന ഫംഗ്ഷണൽ വാല്യൂ, ദെൻ നെഗറ്റീവിലോട്ട് പോകും. അതായത് ഇവിടെ പോസിറ്റീവ് ആണ്, ദെൻ അടുത്ത പോയിന്റിലോട്ട് വരുമ്പോഴത്തേന് നെഗറ്റീവ് വന്നു. പോസിറ്റീവ് ആണ്, ഇതിലോട്ട് നെഗറ്റീവിലോട്ട് വന്നു. ദാറ്റ് ഈസ്, ഇതാണ് അതിന്റെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ ദാറ്റ് സി ഈസ് എ ലോക്കൽ മാക്സിമ ആൻഡ് ദ ഫംഗ്ഷൻ നമ്മൾ എഫ് ഡാഷ് എക്സിലല്ല, തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓർ എഫ് ഓഫ് സി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? സിമിലർലി, if the first derivative f dash x ആകട്ടോ, if the f dash x changes sign from negative to positive, നെഗറ്റീവ് എന്ന് പറയുമ്പോഴോ സി ഇങ്ങനെയായിരിക്കും ഫംഗ്ഷന്റെ വാല്യൂ വരുന്നത്. പിന്നെ പോസിറ്റീവിലോട്ട് പോവുക. സി ഇതെന്ന് പറയുന്നത് ഇതിന്റെ മിനിമം വാല്യൂ ആയിരിക്കും അല്ലേ? ഈ പോയിന്റ് ആണ് അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. റൈറ്റ്? നെഗറ്റീവിലോട്ട് വരിക, ദെൻ പോസിറ്റീവിലോട്ട് പോവുക. സോ ദിസ് വിൽ ബി ദ ലോക്കൽ മിനിമം ആൻഡ് ദ മിനിമം വാല്യൂ വി ക്യാൻ ഐഡന്റിഫൈ അറ്റ് സി. പോയിന്റ് മിനിമം പോയിന്റ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷന്റെ വാല്യൂ നോക്കിയാൽ മതി. ദാറ്റ് വിൽ ബി ദ മിനിമം വാല്യൂ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് മാക്സിമം ഓർ മിനിമം ഓഫ് എ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇനി നമുക്കൊരു ഒരെണ്ണം കൂടി ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഉണ്ട്. ഓക്കെ, സി എഫ് ഡാഷ് എക്സ് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും ചെക്ക് ചെയ്ത് നോക്കുക. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് വരുമ്പോൾ നമുക്കറിയാം സി എന്താ പറയാ ലോക്കൽ മാക്സിമ. ഇനി നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോവുകയാണെങ്കിലോ ഇത് മിനിമ. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് കേട്ടോ, ചെയ്തത് തെറ്റിപ്പോയി. ഇത് നെഗറ്റീവ് എന്നിട്ടല്ലേ പോസിറ്റീവിലോട്ട് പോകുന്നത്. ഈ ഇട്ടിരിക്കുന്ന സൈൻ തെറ്റാ അല്ലേ? റൈറ്റ്? ഓക്കെ, ഇവിടെ കറക്റ്റാ. ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് വരിക, ഇവിടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് വരേണ്ടത്. ഇത് തെറ്റാ. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഓരോ പ്രോബ്ലം എങ്കിലും ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഓരോ ദിവസം ഓരോന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. എക്സാം വരെ 1-2 പ്രോബ്ലം വെച്ച് എല്ലാ കാറ്റഗറിയുടെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവും. അതായത് നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ എടുത്തങ്ങ് മാറ്റി വെക്കരുത്. എക്സാമിന്റെ തലേദിവസം എടുക്കാൻ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ. ഓക്കെ, എല്ലാ ദിവസവും ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഓരോ ദിവസം പഠിച്ചത് നമ്മൾ ക്ലാസ്സിൽ ഇപ്പം 2-3 ദിവസം കൊണ്ട് തീരും. എല്ലാ ദിവസവും ഓരോരോ യൂണിറ്റ് എടുത്ത് പഠിച്ച് മുന്നോട്ട് പോവുക. അതിന്റെ ഓരോ പ്രോബ്ലം ചെയ്ത് പോകും. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ അടുത്ത പ്രോബ്ലം ചെയ്യുക, തനിയെ ചെയ്യുക, ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു കറക്റ്റ് ഇറ്റ് ബൈ യുവർ സെൽഫ്. പിന്നെ ആ മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യത്തില്ല. പിന്നെ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഓൺലി വി ക്യാൻ ഡു ഇറ്റ് ഫാസ്റ്റ്ലി ആൻഡ് കറക്റ്റ്ലി. ഓക്കെ, ഓക്കെ. Now come to find the local or relative extreme points എന്ന് നമ്മൾ പറയുന്നത്. ലോക്കൽ മാക്സിമം പോയിന്റ് മിനിമം പോയിന്റ്സിനെയൊക്കെ നമ്മൾ എക്സ്ട്രീം പോയിന്റ്സ് എന്നാണ് നമ്മൾ കോൾ ചെയ്യുക. ഓക്കെ, find the local minimum of the following function. First one, 2x cube plus 3x square minus 12x plus 7. F is continuous and differentiable. Therefore, the critical values will be the solution of f dash x equal to 0. So f dash x equal to ഏതാണ്? 6x square plus 6x minus 12. Is it clear? The derivative. Okay. The 6 taking outside. So x square plus x minus 2. Product equal to minus 2. Sum equal to plus 1. So we factorize it as. Factorize ചെയ്യുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ തെറ്റരുത്. മറ്റേ ഫോർമുല, ജനറൽ ഫോർമുല യൂസ് ചെയ്തോളുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന ശരി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഇഫ് യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ടി, ഇത്ര ടൈം പോകുന്നേ ഉള്ളൂ. -b + or - √b² - 4ac/2a ഫോർമുല യൂസ് ചെയ്ത് തന്നെ ചെയ്തു പോരുക. തെറ്റിപ്പോരുത്. കാരണം നമ്മൾ ഇവിടെയൊക്കെ വെച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ ചോദിച്ചാൽ താഴോട്ട് ചെയ്യുന്ന എല്ലാം മിസ്റ്റേക്ക് ആയി പോകത്തില്ലേ.
ഇവിടെ തെറ്റ് വരാതെ നോക്കുക. ഇവിടെ നമ്മൾ എക്സ് സ്ക്വയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, എക്സ് പ്ലസ് 2 ആൻഡ് എക്സ് മൈനസ് 1. ഓക്കെ, സോ വി ഒബ്റ്റെയിൻ 2 പോയിന്റ്സ്. ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു -2 ആൻഡ് 1. Is it clear? Yes. ഓക്കെ, അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏതാണ്? -2 എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്, 1 എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ സൈൻ ഓഫ് കൊടുക്കുമ്പം 6ഉം കൂടെ കൂട്ടി അങ്ങ് കൊടുത്തോളൂ കേട്ടോ. സൈൻ ഓഫ് 6 നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പേ ചെയ്ത് ഞാൻ പറഞ്ഞു, പോസിറ്റീവിന്റെ മാറ്റി വെക്കണ്ട. നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ പിന്നെ അത് ചിലപ്പോൾ യൂസ് ചെയ്യാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര ഇതുണ്ടോ, പ്രോഡക്റ്റ് ഉണ്ടോ, അതെല്ലാവരെയും കൂടെ എഴുതിക്കോളൂ. ഇത് പ്ലസ് ആണ്. സൈൻ ഓഫ് 6 ഓൾവേസ് പ്ലസ് അല്ലേ? +6 എവിടെയായാലും 6, അതൊരു കോൺസ്റ്റന്റ് അല്ലേ, അതിന് സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. റൈറ്റ്? എക്സ് പ്ലസ് 2 എക്സ് മൈനസ് 1 എന്നൊക്കെ പറയുന്നത് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ അതിന്റെ വാല്യൂ വിൽ ബി ചേഞ്ചിങ്. എക്സിന്റെ വാല്യൂന് ചേഞ്ച് അനുസരിച്ച് അതിന്റെ സൈൻ വിൽ ബി ചേഞ്ചിങ്. ഓക്കെ, സോ എക്സ് പ്ലസ് 2 ഇൻ ദ ഇന്റർവെൽ -∞ ടു -2 വരെയുള്ള ഇന്റർവെല്ലില് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എന്താവും? നെഗറ്റീവ് ആയിരിക്കും. എക്സ് പ്ലസ് 2 ആൻഡ് എക്സ് മൈനസ് 1. ഓക്കെ, എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, so the product of plus minus minus, product of these three equal to f dash x is equal to positive. ഈ ഇന്റർവെല്ലിൽ ഈ -2 എന്ന് പറയുന്ന ഇന്റർവെൽ ഞാൻ അത് കട്ട് ചെയ്യാതിരിക്കാൻ അതിന്റെ കൂടെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഈ പോയിന്റിൽ കൂടിയാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് +1 എന്നുള്ളത് കട്ട് ചെയ്ത് പോകണ്ടെന്ന് ഓർത്ത് ഞാൻ ഇതിലെ വരച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇന്റർവെൽ -2 to 1 എന്ന് പറയുന്ന ഇന്റർവെല്ലില് 6 പ്ലസ് ആയിരിക്കും. ദെൻ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ അവർ എഫ് ഡാഷ് എക്സ്, ഇവിടെ നമ്മൾ താഴെ എഴുതുന്ന എഫ് ഡാഷ് എക്സിന്റെ സൈനാ. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് പ്ലസ് ഇൻറ്റു പ്ലസ് 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 ഇൻറ്റു മൈനസ് മൈനസ്. Is it clear? Yes. Okay. Next is come to the next part, 1 to infinity എന്ന് പറയുന്ന ഒരു പാർട്ട്, ഗ്രേറ്റർ ദാൻ 1 അല്ലേ? സോ അവിടെ സൈൻ ഓഫ് എക്സ് 6 എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആണ്. എക്സ് പ്ലസ് 2 വിൽ ബി പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ 1 എക്സ് മൈനസ് 1 വിൽ ബി പോസിറ്റീവ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് വിൽ ബി പോസിറ്റീവ്. Is it clear? That is, f dash x changes sign from positive to negative at x equal to -2 അല്ലേ? So we know that x equal to -2 is a local maxima. Is it clear? Is it clear? Clear. Maximum point. And see, from -2 to ഇങ്ങോട്ട് വരുന്നിടത്ത് നോക്കിയേ, at 1 f dash x changes sign from negative to positive at x equal to 1. So we know that x equal to 1 is a minimum point. A maximum point and minimum point we identify that. Is it clear? Yes. That is, using the first derivative test, we conclude that fx has a local maximum at x equal to -2 and fx has a minimum at x equal to 1. ഇനി നമ്മൾ ആ പോയിന്റ് വാല്യൂ കൂടി ഐഡന്റിഫൈ ചെയ്യണം. മാക്സിമം വാല്യൂ എത്ര, മിനിമം വാല്യൂ എത്ര. എഫ് ഓഫ് 2 സി എഫ് ഡാഷ് 2 പുട്ട് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സിൽ നമ്മൾ പുട്ട് ചെയ്യണം. എക്സ് ഈക്വൽ ടു -2 2x³ പ്ലസ് 3 ഇൻറ്റു x² -12 ഇൻറ്റു എക്സ് ആണോ? -12x പ്ലസ് 7. ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ് ഈക്വൽ ടു -2 പുട്ട് ചെയ്യുക. ഓക്കെ, സോ വി ഗെറ്റ് ദ ഫംഗ്ഷൻ വാല്യൂ equal to 27 is the maximum value of the function and the maximum value exists at the point x equal to -2. And we know that x equal to 1 is the another minimum point. So the minimum value equal to f of 1. The original function that x equal, put x equal to 1. We get x equal to 0. Yes. Is the value of local minimum at the point x equal to 1.
ഈസ് ഇറ്റ് ക്ലിയർ? Yes. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ ചെയ്തു വാ. തനിയെ ചെയ്തേ, എന്നിട്ട് ചെക്ക് ചെയ്താൽ മതി. Find the local or the extrema of the following functions. നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. What about others? ഹലോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ?
1 മിനിറ്റ്, ഞാനിപ്പോൾ എത്താം. ഹലോ, കേൾക്കാം. കംപ്ലീറ്റ് ആക്കിയോ? ഹലോ, ഇല്ല, കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കും. ഓക്കെ ആക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ.
Okay. Okay, കഴിഞ്ഞു. ഓക്കെ. ാണ് നമ്മൾ നോക്കിയത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. തന്നിരിക്കുന്ന എഫ് ഡാഷ് എക്സ് ഐഡന്റിഫൈ ചെയ്യുക, ഈക്വൽ ടു 0 കൊടുക്കുക, ക്രിട്ടിക്കൽ പോയിന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്യുക. ആ തന്നിരിക്കുന്ന പോയിന്റ് മാക്സ് ആണോ മിനിമം ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ. Now come the second derivative test. Okay. If fx be a differentiable function on I, let c in I, let f dash be continuous at c. C is a point of local maxima if f dash c equal to 0 and f double dash എന്ന് പറയുന്നത് എത്ര? അടുത്ത ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ? f dash c is also negative and c is a point of local minimum if f dash c, അതായത് ഫംഗ്ഷണൽ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും ലോക്കൽ മിനിമം ഓർ മാക്സിമം എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും. ദാറ്റ്സ് ദ റിസൾട്ട്. ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ എടുത്ത പോയിന്റുകളാണ് സി എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ ഹലോ. ഓക്കെ. ദെൻ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇല്ലാത്ത നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയാ, ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കൊടുത്ത് നമ്മുടെ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്തു. x1 x2 x3 എന്ന് പറയുന്ന പോയിന്റുകൾ നമുക്ക് കിട്ടി. ഇനി ആ കിട്ടിയിരിക്കുന്ന പോയിന്റുകൾ ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ ബി എ മാക്സിമം പോയിന്റ്. And if the second derivative is positive, then it will be a minimum point. Okay. And suppose the second derivative is equal to 0, then the second derivative test fails. Okay. Then we use the first derivative test to determine whether c is a point. First derivative test nathu nammal f dash x positive to negative ആണോ അതോ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ. അത് എഫ് ഡാഷ് സി ആൻഡ് അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇഫ് എ പോയിന്റ് അറ്റ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ചെയ്യും. നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ പഠിച്ച എന്താണ്, അടുത്ത ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവിലോട്ട് പോകും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും പോയില്ല, കാരണം അത് പറഞ്ഞ് ഇവിടെ കൺക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അതായത് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ആയിരിക്കും. ദാറ്റ് ഈസ് സി ഈക്വൽ ടു എഫ് ഡാഷ് സി എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അത് ലോക്കൽ മിനിമം ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് മാക്സിമം പോയിന്റ് ആയിരിക്കും. പിന്നെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. എഫ് ഓഫ് സി ഒറിജിനൽ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. That is find f dash x and set to 0. Solve f dash x equal to 0 to obtain the critical values of numbers of f. Let the solution be alpha, beta, gamma, etc. etc. That depends upon the function.
Okay. Now evaluate f dash alpha. ആദ്യത്തെ point എടുത്തു. If f dash alpha f2 dash ആകട്ടോ, second derivative at alpha negative, then it has a local maximum at x equal to alpha. And find the value of f of alpha. Original function കൊടുക്കുന്ന value ആയിരിക്കും maximum value. If the second derivative of alpha negative, positive, it has a local minimum at x equal to alpha and find the value of alpha. That is the local minimum. If so, ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ തേർഡ് വൺ. ഇഫ് എഫ് ടു ഡാഷ് ആൽഫ ഈക്വൽ ടു 0, അപ്ലൈ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഓക്കെ. ഇഫ് ദ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഇൻ സ്റ്റെപ്പ് 2 ആൽഫ ബീറ്റ ഗാമ എല്ലാത്തിൻ്റെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് പോയിന്റ് ചെക്ക് ചെയ്ത് നോക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. അതിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. 0 വരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ആൽഫ ബീറ്റ ഗാമ ഓരോന്നിനും 1 by 1 ചെയ്യുക. 1 2 3 8 എത്ര പോയിന്റ് ഉണ്ടോ അത്രയും. Is it clear? Yes. Now find the points of local maxima and minima if any of each of the following function. First function x cube f dash x 3x square minus 12x plus 9 അല്ലേ, equal to 0. 3 taking outside, s square minus 4x plus 3, that is നമ്മൾ പ്രോഡക്റ്റ് ഈക്വൽ ടു 3 ആൻഡ് സം ഈക്വൽ ടു -4. സോ ദ ഫാക്ടേഴ്സ് ആർ x minus 1, x minus 3. ഈ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് തന്നെ വരണം കേട്ടോ. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ജനറൽ ഫോർമുല യൂസ് ചെയ്ത് -b പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ഓക്കെ. ദാറ്റ് ഈസ് the critical numbers are, critical points are x equal to 1 and x equal to 3. Okay. ഇനി സെക്കൻഡ് f2 dash x ആകട്ടോ. f1 dash സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ f2 dash of x. ഓക്കെ. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഏതാ? 6x minus 12 അല്ലേ? 6x minus 12 f2 dash of 1 ആദ്യത്തെ പോയിന്റ് നമ്മൾ എടുക്കുന്നു. f2 dash of 1 equal to 6x minus 12, which is equal to -6. This is negative. Okay. This is negative ആയിട്ട് നമുക്കറിയാം. This is the maximum value അല്ലേ, local maximum. x equal to 1 is the local maximum. And f dash 3, second point we have f dash 3 equal to 18 minus 12, which is equal to 6, which is positive. That is, we know that fx has the local maximum at x equal to 1 and min ഒറിജിനൽ ഫംഗ്ഷനിലെ നമ്മൾ പുട്ട് ചെയ്യാവുള്ളൂ. മറന്നുപോകരുത് ആ കാര്യം. ഐഡന്റിഫൈ ദ വാല്യൂ ഓഫ് f of 1 and identify the value of f of 3. Okay. And the local minimum value equal to f of 1, 3 equal to the functional value equal to 1. Is it clear? Yes. Okay. ചെയ്യൂ.
കംപ്ലീറ്റ് ആക്കിയോ? ഇല്ല.
ഓക്കെ. ചെയ്തോ? ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, these are all about the applications of differentiation. ഓക്കെ, അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. ഇന്റഗ്രേഷൻ. ആരും ഇല്ല, ജേക്കബ് മാത്രമേ ഉള്ളൂ. ദീപു, ദീപു ഫോളോ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ലെറ്റ് us move to integration. അപ്പം നമ്മൾ ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, in unit 1 we primarily concerned with the problem of finding the derivative of a given function. In this unit we take the inverse problem, that is find the original function when we are given the derivative. ഡെറിവേറ്റീവ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനൽ ഫംഗ്ഷനിലോട്ട് വരിക. അതാണ് അതിന്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ? ദാറ്റ് ഈസ് we call the function f as the antiderivative of f dash. If f of x, capital F of x കൊണ്ടാണ് നമ്മൾ ഒറിജിനൽ ഫംഗ്ഷനെ പറയുന്നത്. ഈ ഒറിജിനൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് സ്മോൾ എഫ് ഓഫ് എക്സ്. ഓക്കെ, വെൽക്കം ടു ബേസിക് ഇന്റഗ്രേഷൻ റൂൾസ്. ഇന്റഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്. പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അത് യൂഷ്വലി ഉള്ളതാണ്. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ജനറലി എല്ലാത്തിൻ്റെ കൂടെ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നൊക്കെ. സാധാരണ നമുക്ക് ഇനിഷ്യൽ വാല്യൂ തന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കോൺസ്റ്റന്റ് ഐഡന്റിഫൈ ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റന്റ്. ഇനി ഇല്ല, ഡെഫിനറ്റ് ഇന്റഗ്രൽ അല്ലാത്ത എല്ലാ സിറ്റുവേഷൻ, ഡെഫിനറ്റ് ഇന്റഗ്രലാണെങ്കിൽ നമുക്ക് അതിലോട്ട് വരാം. അല്ലാത്തടത്തെല്ലാം നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴെല്ലാം അവിടെ പ്ലസ് സി എന്നും കൂടി എഴുതിക്കോണം. ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, നൗ ദ വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് നമ്മൾ പറയുന്നത്, ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് എഫ് എക്സ് ഈസ് നോൺ ആസ് ദ ഇന്റഗ്രൻറ്റ്. വി റീഡ് ഇൻ ഈസ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. The differential dx serves to identify x as the variable of integral. The term indefinite integral is a synonym for an antiderivative. That is, integral f dash x dx equal to f of x dx, or dy by dx of f of x dx equal to integral derivative of integral which is equal to the original function f of x. Okay. Now come to the comparison. അവർ പറഞ്ഞിരിക്കുന്നതാണ് മാറ്റുന്നത് എങ്ങനെയാണ്. ഇന്റഗ്രേഷൻ ഫോമിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ? That is integral x power integral of 0 equal to a constant and integral x raised to n dx എന്ന് പറയുന്നത് x raised to n plus 1 divided by n plus 1 1 by x dx എന്ന് പറയുന്നത് log x e raised to x dx equal to e raised to x a power x equal to a power x by log a, then k into integral of k into k is any constant which is equal to k into integral of fx, integral of fx plus or minus k into integral of f of x dx. Okay, f of x plus or minus k into this equal to ഇത് കോമൺ ആയിട്ട് വരുന്നത് ബ്രാക്കറ്റ് പ്ലസ് ഇത് g of x. Then shall we do some problems? Okay. Yeah. Integral 3 by x raised to 4 plus 2 by x raised to x square minus 4 by x dx. എന്ത് ചെയ്യും? നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും അല്ലേ? 3 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് പവർ എൻ ഫോമിലോട്ട് എഴുതുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഇന്റഗ്രൽ ഓക്കെ, ആ ഫോമിലോട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമുലകൾ ഏതാണോ ആ ഫോമുലയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡയറക്ട്ലി ഫോമുല അപ്ലൈ ചെയ്യുക. ക്ലിയർ? Here 3 into x power
n equal to minus x raised to n എന്ന് പറയുന്നത് എന്താണ്? x power integral x raised to n x raised to n plus 1 divided by n plus 1. അപ്പോൾ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു വരണം. x raised to minus 4 plus 1 minus 4 plus 1 2 into integral minus 2 plus 1 divided by minus 2 plus 1 minus integral 1 by x എന്ന് പറയുന്നത് log x ആണ്. ഓക്കെ, ദെൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഈ 3യും -4 + 1 ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് എഴുതി പോണ്ട. അടുത്ത സ്റ്റെപ്പിൽ ദിസ് വിൽ ബി -3 ആയിരിക്കും അല്ലേ ഈ പാർട്ട് എന്ന് പറയുന്നത്. ആ 3യും -3യും കൂടെ ക്യാൻസൽ ആയാണ് മൈനസ് വരുന്നത്. Then this is equal to x power -3 which is written as 1 by x cube. Is it clear? However, ഈ 2 cancelled ആയി ഇത് x raised to -1 ആണ്. So -2 by ഈ -2 + 1 എന്ന് പറയുന്നത് മൈനസ് ആവും. സോ -2 by x raised to -1 എന്നുള്ളത് ബൈ എക്സ് എന്ന് എഴുതി. -4 into log s പ്ലസ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ലാസ്റ്റ് എഴുതിയാലും മതി. ഇൻ ബിറ്റ്വീൻ എഴുതിയില്ലെങ്കിലും ലാസ്റ്റ് പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനും കൂടെ എഴുതി വരണം. ഓക്കെ 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 അപ്പൊ ആ പ്രോബ്ലം ചെയ്യും. ഹലോ ഫോണാത്ത കഴിയാറായി 9 വരെ ഉള്ളൂ. കുഴപ്പമില്ല, കേക്കാവോ? കുഴപ്പമില്ല. കഴിഞ്ഞു മാഡം. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം 2 പ്രോബ്ലം ചെയ്ത് നമ്മൾ അടുത്ത ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഹലോ ഇവിടെ പറഞ്ഞ ആ കൊള്ളാം. മൈക്കൊന്ന് മ്യൂട്ടാക്കി വെക്കണം കേട്ടോ. നമ്മളോട് പറയുമ്പോൾ മാത്രം ഓണാക്കിയാൽ മതി. കണ്ടിന്യൂ. ഹലോ മുന്നോട്ട് പോവാം. Okay, now come to another one. നോക്ക് 2x ratio. ഈ ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോഴും നമ്മൾ ചെയ്യുന്ന വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു പോകണം. 1/3 + 1. ഓക്കെ, ഒരെണ്ണം ചെയ്യാം.
ഹലോ, എന്ന് ചെയ്യും. കേൾക്കാം. ചെയ്യാം. ചെയ്യൂ. ചെയ്യുന്ന വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു പോകണം കേട്ടോ. ആ ഡിവൈഡ് ബൈ സെയിം വരും. എക്സ് പവർ n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1. അതാ ഫ്രാക്ഷൻ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു തന്നെ വരണം.
ചെയ്തോ? ആ. അപ്പൊ അടുത്തൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 1/2 അല്ലേ? ഈ ഫ്രാക്ഷൻ ഈ വരുന്നതെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്തു പോകണം കേട്ടോ. ഇനി ഈ വെയിലുള്ളതാണെങ്കിലോ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ഫോമിലോട്ട് കൊണ്ടുവന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? 5 raised to x ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ടേം ആക്കി എഴുതി, then 2/5 raised to x എന്ന് എഴുതി. a power x ഫോർമുല അല്ലേ? a power x എന്ന് പറഞ്ഞാൽ എന്താ? a raised to x divided by log a ഇന്റഗ്രൽ ഓഫ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഇന്റഗ്രൽ ആയിട്ട് എഴുതുക, then ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതാൻ മറന്നു പോകരുത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. Then integration by substitution. If the integration is of the form integral f of g of x into g dash x, ഒരെണ്ണത്തിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ, രണ്ട് ഫംഗ്ഷൻ ഉണ്ടാവും. Then we can integrate it by substituting g of x equal to t o u ഏതെങ്കിലും ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, integrate e raised to x into e raised to x plus 2 raised to 7 അല്ലേ? അതെ. ഓക്കെ. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ്, നമുക്ക് രണ്ടെണ്ണം തന്നിരിക്കുന്നത്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു ടി നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറയും? ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഈസ് ഇ റേസ് ടു എക്സ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഓക്കെ, ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി. സോ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇനി നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷനിലോട്ട് വന്നു കഴിയുമ്പോൾ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താവും? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഈക്വൽ ടു ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇ റേസ് ടു ഇതെന്ന് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആക്ച്വലി? ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 2 റേസ് ടു 7 ഡി എക്സ്. Isn't it? അല്ലേ? ഇപ്പൊ ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഈ ടേമിനെ നമ്മൾ ടി ആക്കി ഡിഫറൻഷിയേറ്റ് ചെയ്ത്, അപ്പൊ ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായി? ഡി ടി ആയി. സോ അവർ ഇന്റഗ്രൽ വിക്കം എന്തായി? ഇന്റഗ്രൽ ടി റേസ് ടു 7, ഇവിടെ ടി മാത്രമേ ഉള്ളൂ, പിന്നെ ടി റേസ് ടു 7 ഇ റേസ് ടു എക്സ് ഡി എക്സിനെ ഡി ടി കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇന്റഗ്രൽ ഇ റേസ് ടു ടി റേസ് ടു 7 ഡി ടി, അതായത് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ഈസ് എ ഇന്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി. As usual, നമ്മൾ ഇന്റഗ്രൽ x raised to 7 dx ചെയ്യുന്ന സെയിം വേ. സോ വി ഗെറ്റ് t raised to n plus 1 divided by n plus 1 പറഞ്ഞ t raised to 8 by 8 plus constant. ഇനി നമുക്ക് തന്നിരിക്കുന്ന എക്സിലുള്ളൊരു ഫംഗ്ഷനാണ്. ദെൻ t യെ റീപ്ലേസ് ചെയ്യുക. t ഈക്വൽ ടു നമ്മൾ ഇ റേസ് ടു എക്സ് പ്ലസ് 2 ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. സോ 1/8 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 2 പവർ 8 പ്ലസ് സി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ചെയ്യും.
ഓക്കെ. ഓക്കെ, നമ്മൾ അടുത്തിലോട്ട് പോവാം. ഇതുപോലെ തന്നെ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് ചെയ്യും നമ്മൾ നേരെ, കാരണം ചേച്ചി ഇത് ഇപ്പൊ ഈ 7x √7x എന്ന് പറഞ്ഞാൽ നമുക്ക് x⁻² എന്നുള്ള ഒരു ടേമിലോട്ട് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ വരാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇനി √7x - 2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, 7x - 2നെ നമ്മൾ t² ആയിട്ട് t ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ √t കയറി വരും. അതായത് നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഏതായിരിക്കും, t² കൊടുക്കുന്നതായിരിക്കും. അപ്പൊ √t തന്നെയായിട്ട് വരും അല്ലേ. ഇനി നമുക്ക് dx-നെ ചേഞ്ച് ചെയ്യണം. ഹലോ, ഓക്കെ. ഇനി നമുക്ക് dx-നെ ചേഞ്ച് ചെയ്യണം. അതിന് എന്ത് ചെയ്യും, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 7 × dx = 2t dt. സോ dx = 2/7t dt അല്ലേ. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക √t² × this by t. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടിയിലുള്ള ഒരു ആൻസർ കിട്ടിയാൽ ടിയെ റീപ്ലേസ് ചെയ്യുക. നമ്മൾ t² ആയിരുന്നു കൊടുത്തിരുന്നത്, സോ അതിനെ റീപ്ലേസ് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ക്ലിയർ ആയോ? എന്നാ അതോട് ചെയ്യേ, നമുക്ക് നിർത്താം. കംപ്ലീറ്റ് ആക്കിയോ?
ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വരണം, ചെയ്യണം. നമ്മൾ ഇൻ്റഗ്രേഷൻ ഈ പറഞ്ഞ പോലെയാണ്, കുറച്ച് tedious ആണ്, പക്ഷെ ചെയ്യണം കേട്ടോ. ചെയ്ത് നോക്കിയാലേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ തന്നെയല്ല ഫോമുലകളൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ആവത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ദിവസം വരുമ്പോൾ നമ്മൾ ആ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. ഇൻ്റഗ്രേഷൻ്റെ ചെയ്യാനായിട്ട് നമുക്ക് ആ പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓർക്കുന്നുണ്ടോ? പാർഷ്യൽ ഫംഗ്ഷനെ a/, അല്ലേ? ഓർക്കുന്നോ? ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരണം, അല്ലെ നമുക്ക് വരുമ്പോൾ നല്ല എളുപ്പം ഉണ്ടാവും. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഡയറക്റ്റ്ലി നമുക്ക് ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പല മെത്തേഡ്സ് ആണ് ചെയ്യുന്നത്, അല്ലേ? ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യും, ദെൻ ഇൻറ്റഗ്രേഷൻ ബൈ ഫാക്ടേഴ്സ്, പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരും. അവിടെയൊക്കെ പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും ഫോമുല. ഓക്കെ, പാർഷ്യൽ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്, ഓക്കെ, അത് നോക്കിയിട്ടേ വരാവുള്ളേ അടുത്ത ദിവസം വരുമ്പോൾ. ഓക്കെ.